അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 27 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് നമുക്ക് 28ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. ഓക്കെ, 28ാമത്തെ ആയത്തിൻ്റെ തജ്വീദ് നിയമം നമുക്കൊന്ന് നോക്കാം. വസ്ബിർ, ഇവിടെ വാവിൻ്റെ ഉച്ചാരണം നമ്മൾ പറഞ്ഞതാണ്. ചുണ്ടിനെ സർക്കിളാക്കി പിടിച്ചിട്ട് വേണം വാ ഉച്ചരിക്കാൻ. ഓക്കെ, വസ്ബിർ വാവിൽ നിന്ന് നേരെ സ്വാദിലേക്ക് വന്നു അല്ലേ, കൂട്ടിച്ചേർത്തങ്ങ് ഓതണം. ഹംസത്തുൽ വസ്ലിന് ശബ്ദമില്ലല്ലോ. വസ് സ്വാദിന് സുക്കൂന് വരുമ്പോൾ ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. സ്വാദ് കൽക്കലയുടെ ലെറ്റർ അല്ല. ഓക്കെ, പ്രത്യേക ഓർമ്മ വേണം. കൽക്കലയുടെ ലെറ്റേഴ്സിന് മാത്രമേ ഫുൾ സുക്കൂൻ കൊടുക്കുകയുള്ളൂ. വസ് ബിർ, ഇവിടെ റോ സുക്കൂനുള്ള റോയിൻ്റെ മുമ്പേ ഉള്ള അക്ഷരം കെസ്ര വന്നാൽ, സുക്കൂനുള്ള റോയിൻ്റെ മുമ്പേ ഉള്ള അക്ഷരത്തിന് കെസ്ര വന്നാൽ റോയിനെ എന്ത് ചെയ്യണം? ലൈറ്റാക്കി ഉച്ചരിക്കണം. ബിർ ബിർ. ഓക്കെ, ഇങ്ങനെ ലൈറ്റാക്കി ഉച്ചരിക്കണം കേട്ടോ. നഫ്സക നഫ്സക, ഫഇന് ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. നഫ് ക, ഇവിടെ കാഫിനെ ചെരിവ് കൊടുക്കാൻ മറക്കരുത്. നഫ്സക എന്ന് ഓതരുത്. നഫ്സക മഅല്ലദീന, അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ നടുക്ക് നിന്നാണ് വരുന്നത്. മഅല്ലദീന, ലാമിന് ശ്രദ്ധയുണ്ട്. ലാമിനെ ഒന്ന് കനപ്പിച്ചു കൊടുക്കുക. അതുപോലെ യാ മദ്ദുണ്ട്, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. മഅല്ലദീന യദഊന, ദാലിന് സുക്കൂന് വന്നിട്ടുണ്ട്. ദാൽ കൽക്കലയുടെ ലെറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ദാലിന് സുക്കൂന് വന്നാൽ ഫുൾ സുക്കൂൻ അവിടെ കൊടുക്കണം. യദഊന, അതിൻ്റെ കൂടെ വാ മദ് വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക കേട്ടോ, സാധാരണ മദ്. യദഊന റബ്ബഹും, റബ്ബഹും എന്ന് ഓതരുത്. റോ ഒരു എന്ത് ചെയ്യുക, ഒന്ന് ഹെവി ആക്കുക കേട്ടോ. റബ്ബ, ബഇന് ശ്രദ്ധയുണ്ട്. ബഇനെ ഒന്ന് കനപ്പിക്കുക. ബ റബ്ബഹും ബി, റബ്ബഹും ബി. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, മീമിൻ്റെ മുകളിൽ നമുക്ക് സുക്കൂനെ കാണുന്നില്ല അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇഖ്ഫ ചെയ്യണം. അത് മീമിൻ്റെ നിയമമാണ്. ഇഖ്ഫ ചെയ്ത് മറച്ച് മണിച്ചോദനം. അപ്പം റബ്ബഹും ബിൽ, ഓക്കെ, ബിൽ ഗദാത്തി, ഗൈനാണ് ഉയർത്തി പറയേണ്ട ഒരു ലെറ്ററാണ് ഗൈനൊക്കെ. ഓക്കെ, അപ്പോൾ തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരമാണ് ഗ. ഓക്കെ, ബിൽ ഗദാത്തി, ഗദ. ഇവിടെ ദാലിനെ നീട്ടാനാണ് കേട്ടോ. ഇവിടെ വാവിൻ്റെ മുകളിൽ അലിഫ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. ബിൽ ഗദാത്തി വൽ അശിയ്യി, വൽ അശിയ്യി, യാൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്. യാനെ ഒന്ന് കനപ്പിച്ച് കൊടുക്കുക. അശിയ്യി യുരീദൂന, യുരീദൂന, സാധാരണ മദ്ദുകൾ. ഇവിടെ രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. യുരീദൂന വജ്ഹ, വജ്, ജീമിന് സുക്കൂന് വന്നാൽ കൽക്കലയുടെ ലെറ്ററാണ്, ഫുൾ സുക്കൂന് കൊടുക്കണം. വജ്. ഓക്കെ, വജ്ഹ. നിർത്തുകയാണെങ്കിൽ ഇവിടെ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്, സുല ഉണ്ട്. നിർത്തുകയാണെങ്കിൽ വജ്ഹ എന്ന് പറഞ്ഞ് നിർത്തുക. ഓക്കെ, കൂട്ടിച്ചേർത്ത് ഓതി പോവുകയാണെങ്കിലോ വജ്ഹഹു വല, ഒലെ. ഓക്കെ, വജ്ഹഹു വല തഅദു ഐനാക. എങ്ങനെ ഓതും? കൂട്ടിച്ചേർത്ത് ഓതുമ്പം വജ്ഹഹു വല തഅദു ഐനാക, ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതി പോവുകയും ചെയ്യാം. ഓക്കെ, വല, ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടിക്കൊടുക്കണം കേട്ടോ. വല തഅദു, തഅദു, ഐന് സുക്കൂന് വന്നിട്ടുണ്ട്. ഹാഫ് സുക്കൂന് കൊടുക്കണേ. തഅദു ഐനാക, ഐനാക, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. നൂനിനെ അലിഫ് മദ് ഉണ്ട് കൂടെ. ഐനാക, കാഫിൻ്റെ ചെരിവ് മറന്നു പോവരുത് കേട്ടോ. അൻഹും,
അൻഹും. ഹും എന്ന് വ്യക്തമായിട്ട് ഇവിടെ ഉച്ചരിക്കുക കേട്ടോ. മീമിന് സുക്കൂന് കണ്ടാൽ എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് അവിടെ ഉച്ചരിക്കണം. ഓക്കെ. തുരീദു. റായിന് ശേഷം യാ മദ് വന്നിട്ടുണ്ട്. രണ്ടനക്ക നീട്ടിക്കൊടുക്കുക. തുരീദു സീനത്തൽ. സീ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് യാ മദ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പം സീ എന്ന് രണ്ടനക്ക നീട്ടിക്കൊടുക്കണം കേട്ടോ. സാധാരണ മദ്ദാണ്. സീനത്തൽ ഹയാത്തി ദുന്യ. സീനത്തൽ. ഇവിടെ ഹംസത്തുൽ വസലിന് ശബ്ദമല്ലല്ലോ അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? തയിൽ നിന്ന് നേരെ ലാമിലേക്ക് അങ്ങ് വരൂ അല്ലേ. സീനത്തൽ. ഓക്കെ. ഹയാത്തി. ഇവിടെ ഹയാത്തി. ഇവിടെയും നമ്മൾ മുമ്പ് കണ്ടതുപോലെ വാവിൻ്റെ മുകളിൽ ഒരു അലിഫ് മദ് ഉണ്ട് അല്ലേ. ഇവിടെ യാന നീട്ടിക്കൊടുക്കാനാണ് ഉപയോഗിക്കുന്നത്. മദ്ദായിട്ടാണ് അവിടെ ഉപയോഗിക്കുന്നത്. അവിടെ രണ്ടനക്ക നീട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവിടെ വാ എന്ന് ഉച്ചരിക്കരുത്. ഹയാത്തി ദുന്യ. ദാലിന് ശബ്ദമുണ്ട്. ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കുക. ഹയാത്തി ദുന്യ. ഇവിടെ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. സുല ഉണ്ട്. നിർത്തണമെങ്കിൽ രണ്ടനക്ക നീട്ടി ഓതി നിർത്താം. അലിഫിൽ രണ്ടനക്ക നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഇല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതുകയും ചെയ്യാം. ഹയാത്തി ദുന്യ വല തൂത്യ മൻ. ഓക്കെ. ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതി പോവുകയും ചെയ്യാം. തൂത്യ. ത്വ ഉയർത്തി പറയേണ്ട ലെറ്ററാണ് ത്വ. തൂത്തി. തൂത്തി. ഓക്കെ. തൂത്യ. അയിന് സുക്കൂന് വന്നിട്ടുണ്ട്. ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. തൂത്യ മൻ. മൻ. നൂൻ്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട്. അവിടെ ഇൽഹാർ ചെയ്യുക. വ്യക്തമാക്കിയിട്ട് മൻ എന്ന് വ്യക്തമാക്കിയിട്ട് ഓതിക്കൊടുക്കുക കേട്ടോ. തൂത്യ മൻ. തൂത്യ മൻ അഗ്ഫൽന. ഗൈനിന് സുക്കൂനുണ്ട്. ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി. കൽക്കലയുടെ ലെറ്റർ അല്ല ഗൈൻ. ഓക്കെ. അഗ്ഫൽന ഖൽബഹു. ഖൽബഹു. ഹഇനെ രണ്ടനക്ക നീട്ടിക്കൊടുക്കുക കേട്ടോ. ഖൽബഹു അൻ ദിക്രിന. ഇവിടെ ഇഖ്ഫ ചെയ്യണം. നൂനിനെ എന്ത് ചെയ്യണം? ഇഖ്ഫ ചെയ്യണം. മറച്ചു മണിച്ചോദണം. അൻ എന്ന് ഓതാൻ കഴിയില്ല. അൻ എന്ന് ഓതാൻ കഴിയില്ല. കാരണം സുക്കൂനില്ലല്ലോ നൂനിൻ്റെ മുകളിൽ. അപ്പം നമ്മൾ എങ്ങനെ ഓതണം? ഓക്കെ. ദിക്രിന. ദിക്. ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ കാഫിന്. ദിക്രിന വത്തബ. വത്ത. താൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്. ഒന്ന് കനപ്പിച്ചു കൊടുക്കുക താഇനെ. വത്തബ ഹവാഉ. ഹവാഉ. ഇവിടെ രണ്ടനക്ക നീട്ടിക്കൊടുക്കുക കേട്ടോ. ഓക്കെ. സാധാരണ മദ്ദാണ്. മദ് അസ്ലി. ഹവാഹു വകാന. ഹവാഹു വകാന. വ ചുണ്ട് സർക്കിളാക്കി ഓതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. വകാന. കാഫിനെ രണ്ടനക്ക നീട്ടി ഓതിക്കൊടുക്കുക. വകാന അംറുഹു ഫുറുതോ. അംറുഹു. മീമിന് അം. ഹാഫ് സുക്കൂനെ കൊടുക്കുകയുള്ളൂ കേട്ടോ. സുക്കൂന് വന്നാൽ കൽക്കലയുടെ ലെറ്റേഴ്സ് അല്ലാത്ത ലെറ്റേഴ്സിന് സുക്കൂന് വന്നാൽ ഹാഫ് സുക്കൂനെ കൊടുക്കുകയുള്ളൂ. ഓക്കെ. അംറുഹു. ഹഇൻ്റെ കൂടെ ഒരു വാവ് മദ് വന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം? രണ്ടനക്ക നീട്ടിക്കൊടുക്കണം. സാധാരണ മദ്ദാണ്. ഓക്കെ. അംറുഹു ഫുറുതോ. ഫുറുതോ. നമ്മൾ പറഞ്ഞതാണ് തോ എന്നുള്ള ലെറ്റർ എന്താണ്? ഉയർത്തി പറയേണ്ട ലെറ്റർ ആണ് അല്ലേ. അപ്പം നമ്മൾ ഇവിടെ നിർത്തുമ്പോൾ അലിഫും കൂടെ വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടി ഓതി നിർത്തുക. ഉയർത്തി പറയാം കേട്ടോ. ഫുറുതോ. ഓക്കെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.